ഞാനിപ്പോൾ ഓർക്കുന്നത് നല്ല കാലമായി ഇന്ത്യൻ ജനസംഘ കോൺഗ്രസിൻ്റെ കോട്ടൂരിയിലെ അടിത്തറ പാകുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി അശാന്തം നമുക്ക് കാണുന്ന സമയത്ത് വളരെ സുന്ദരനാണ്, കട്ടി മനുഷ്യപ്രധാനം. പക്ഷേ വായ തുടങ്ങാൻ മറ്റുള്ള ആളുകൾ ആക്രമിക്കുന്നു. എന്തായാലും കേരള കരങ്ങളാൽ ഈ അവാർഡ് നേടുമ്പോൾ കൂടുതൽ തന്നെ ശക്തി വരികയാണ്. അടിത്തറ പാകുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി അശാന്തം നമുക്ക് കാണുന്ന സമയത്ത് വളരെ സുന്ദരനാണ്, കട്ടി മനുഷ്യപ്രധാനം. പക്ഷേ വായ തുടങ്ങാൻ മറ്റുള്ള ആളുകൾ ആക്രമിക്കുന്നു. എന്തായാലും കേരള കരങ്ങളാൽ ഈ അവാർഡ് നേടുമ്പോൾ കൂടുതൽ തന്നെ ശക്തി വരികയാണ്. പ്രശസ്തി പത്രം മോശഫലങ്ങളുള്ളതിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മൾ കാണും. അപ്പോഴാണ് ഒരു മനുഷ്യൻ നിങ്ങൾ വിമർശന വിധേയനാക്കണമെന്ന് ഇന്ത്യയിൽ. കാരണം അന്ന് കോൺഗ്രസിന് ചോദ്യം ചെയ്യാനാണില്ല, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ബദൽ വെക്കാനാണില്ല. കോൺഗ്രസിന്റെ അപ്രമാദിത്വമുള്ള ഒരു കാലത്ത് അതിന്റെ പ്രസിഡന്റ് ആവുക മൂന്നാമത്തെ തവണയും ഒരു ചെറുപ്പക്കാരൻ. അയാളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അയാൾ തന്നെ എഴുതി. മൈക്കെങ്ങാൻ കേടാകുമ്പോഴേ മൈക്കോപ്പറക്കുന്ന മുഖത്തടിക്കണ ജനാധിപത്യ വിശ്വാസികൾ പഠിക്കുന്നത് കാലത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവനവനെ ഇത്രമേൽ പച്ചക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച് വിമർശിച്ചു എന്ന് പറയാം. വിമർശിക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോയിട്ട് അവൻ ഒരു ഏഴകത്തുകൂടെ നടന്നുപോയാൽ പോലും ഭയക്കുന്ന ഭരണാധികാരികളുടെ കാലത്താണ് ഒരു മനുഷ്യൻ. അതെ, രാഹുൽ ഗാന്ധിയുടെ ഇന്നലെ അദ്ദേഹം എഴുതിയ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക കാലത്തെ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒറ്റക്കാര്യം എല്ലായ്പ്പോഴും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ പ്രസംഗങ്ങൾ നടത്താൻ അവസരം കിട്ടിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിരാശരാകുന്നത് എല്ലാവരും പറയുമായിരുന്നു. നമ്മളങ്ങനെ ആലോചിക്കുന്നു, എന്തൊക്കെ പണിയെടുത്തത് BJP ഇങ്ങനെ കൊണ്ടുപോകല്ലേ, RSS ഇങ്ങനെ ശക്തി പ്രാപിക്കല്ലേ, വലിയ കാര്യമൊന്നുമില്ലപ്പാ. നമ്മളിങ്ങനെ കുറെ ആളുകൾ കഷ്ടപ്പെടുന്നു എന്ന് മാത്രം. നിങ്ങൾ ആ ഗുജറാത്തിയെ കുറിച്ച് ആലോചിക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം ചില